Hi everyone, this is your Minimalist Malayali and welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു തടസ്സത്തെയും വളരെ കൃത്യതയോടുകൂടി നിഷ്ഠയോടും കൂടി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭഗവാനുണ്ട്, ഭഗവാൻ ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു അമ്പലം ദേശം എന്ന സ്ഥലത്ത് ദത്താത്രേയ ക്ഷേത്രത്തോട് ചേർന്ന് ഹനുമത് പ്രതിഷ്ഠയുണ്ട്. ഈ അമ്പലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രത്യേക ഫീല് കിട്ടുന്ന ഏറ്റവും നല്ലൊരു, ഞാൻ ഇന്ന് വരെ ദർശിച്ചതിൽ നല്ലൊരു അമ്പലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു അമ്പലം. ഇവിടെ ഭഗവാൻ ഹനുമാന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് തേങ്ങ കെട്ടുക എന്ന് പറയും. ഈ തേങ്ങ കെട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത എന്തും ഭഗവാനോട് ആഗ്രഹിക്കാം, ഭഗവാനോട് പറയാം. ഒരു സുഹൃത്തിനെ പോലെ, ഒരു വഴികാട്ടിയെ പോലെ, ഒരു മാർഗദർശിയെ പോലെ അദ്ദേഹത്തിനോട് നമുക്ക് എന്തും പറയാം. ഭഗവാനെ വഴി കാട്ടി തരണേ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെ അർപ്പിച്ച് ഈ 48 ദിവസത്തെ കഠിനമായ വ്രതമെടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു ഡിസിപ്ലിൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ 48 ദിവസത്തെ വ്രതം എൻ്റെ കുഞ്ഞിന് വയ്യാതെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് വഴിപാടായിട്ട് ഞാൻ വെച്ചിരുന്നു. ഇന്ന് വരെ അവനതൊരു വേറൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ഭഗവാൻ അവനെ കാക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം എനിക്ക് ലഭിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അടക്കും ചിട്ടയും വന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു. 48 ദിവസത്തെ കഠിനമായ വ്രതമാണ്. ഈ തേങ്ങ കെട്ടുന്ന സമയം നമ്മൾ 41 വലം വെച്ച് ഭഗവാന്റെ മുന്നിൽ ആ തേങ്ങ അർപ്പിച്ച് ആ തേങ്ങ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ 48ാമത്തെ ദിവസം നമ്മളത് വീണ്ടും പോയി അഴിച്ച് വീണ്ടും 41 വലം വെച്ച് ആ തേങ്ങ കൊണ്ടുവന്ന് പായസം വെച്ച് അല്ലെങ്കിൽ വേറെ അടയുണ്ടാക്കി നമുക്ക് നമ്മളുടെ കുട്ടികൾക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കവിടെ തിരിച്ച് പോയി ആ തേങ്ങ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെങ്കിൽ നമുക്ക് വേണ്ടി അവരത് അവിടുത്തെ അന്നദാന സഞ്ചിയിലേക്ക് കൊടുത്തോളും. ഇപ്പം ഈ 48 ദിവസം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ഇതിൻ്റെ വ്രതം എടുക്കാവുന്നതാണ്. ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വ്രതം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആ വ്രതത്തിൻ്റെ കാലയളവിൽ, ആ പീരിയഡ്സ് കാലയളവിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, നോൺ വെജ് ഭക്ഷണം കഴിക്കുക അതൊന്നും പാടില്ല. നമ്മൾ വ്രതത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. അതിനുശേഷം 48ാമത്തെ ദിവസവും കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ കെട്ടഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ 48 ദിവസത്തെ കാലയളവിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വെച്ച് ഭഗവാനെ ഹനുമാനെ ഓം കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനേ നമഃ എന്നൊരു മന്ത്രം 101 തവണ നമ്മൾ ചൊല്ലുക. അതോടൊപ്പം രാവിലെയും സന്ധ്യയ്ക്കും നമ്മളത് ചൊല്ലുന്ന നല്ല മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിഷമങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് നല്ല കൃത്യതയോടും ഡിസിപ്ലിനോടും കൂടി അദ്ദേഹത്തെ ഭജിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതാഗ്രഹവും അദ്ദേഹം നടത്തി തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.